وإنما يبكون على فوت تمتعهم بكم لا مما يصيبكم من عذاب القبر والمحشر. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങളുടെ ഭാര്യ കണ്ണീരൊഴുക്കുന്നതുകൊണ്ട് ആ മയ്യത്ത് കട്ടിൽ കിടക്കുന്ന നിങ്ങൾക്ക് വല്ല ഗുണമുണ്ടോ? فإنه لا ينفعكم وإنما يبكون على فوت تمتعهم بكم. ആരാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നത്? ആരാണ് ഞങ്ങളെ വളർത്തുന്നത്? ഇനി ആരാണ് ഞങ്ങൾക്ക് ഒരു അഭയ കേന്ദ്രമായി ചൊല്ലാനുള്ളത്? ഓടി ചൊല്ലാൻ ആരുണ്ട്? ഇത് പറഞ്ഞുകൊണ്ടാണ് മനുഷ്യ നിങ്ങളുടെ ഭാര്യയും മക്കളും കരയുന്നത്. ലാ മിമ്മാ യുസീബുക്കും മിൻ അദാബിൽ ഖബർ. ഖബറാകുന്ന മണ്ണറയിൽ, തിരിയാൻ മറിയാൻ കഴിയാത്ത മണ്ണറയിൽ അടുത്ത സമയമാകുമ്പോഴേക്കും എന്റെ ഉപ്പാനെ കൊണ്ടുപോകുന്നു. ഖബറിന്റെ ആടം സോദരാ നീ നോക്ക്, അതിനെ മെല്ലെ ഇറക്കലും നീ നോക്ക്. പെരുങ്കല്ല് മുകളിൽ വെച്ച് മിൻഹാ തൊട്ട് ഓതിയിട്ട് മണ്ണും ഇട്ട് സ്ഥലവും വിട്ട് ഇതുപോലെ ജീവിത കാലമിൽ ഒരു കുണ്ട് കണ്ടിട്ടുമുണ്ടോ സോദരാ നീ പണ്ട്? മഹാനായ തഴവ ഉസ്താദിനെ പോലെയുള്ള ആളുകൾ ഒരു പദ്യത്തിലൂടെ ചൊല്ലുന്നുവെങ്കിലും അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വഹാബത്തിന് ഓതിക്കേൽപ്പിച്ചു കൊടുത്ത ആ ഭാഗമാണ് പദ്യത്തിലൂടെയായി തഴവ ഉസ്താദ് പറയുന്നത്. ആ ഖബറിൽ ലാ മിമ്മാ യുസീബുക്കും മിൻ അദാബിൽ ഖബർ. എന്റെ സാധുവായ ഉപ്പയെ തിരിയാൻ മറിയാൻ കഴിയാത്ത മണ്ണറയിൽ കൊണ്ടുപോയി വെക്കുമ്പോ ഹയ്യത്തൻ വഅഖറബൻ, വലിയ വലിയ പാമ്പുകളും തേളുകളും ഒന്ന് കൊത്തിവലിക്കുന്നൊരു സമയം ചില ആളുകളെ ഖബറൊന്ന് ഇടുക്കിക്കളയും. അത്രേ, അല്ലാഹു കാക്കുമാറാവട്ടെ. ചില ആളുകളെ ഖബറൊന്ന് ഇടുക്കിക്കളയും, വല്ലാത്ത ഇടുക്കൽ. അങ്ങനെ ഇടുക്കിക്കളയുന്ന ആ ഖബറിൽ എന്റെ ഉപ്പാനെ കൊണ്ടുപോയി വെച്ച് ഫഹസാ അലയ്യ തുർബ മൻ കുന്തു ഇൽഫഹു വദഅഹ ബനി മിൽ അലീമി കറാമതി. എന്റെ സാധുവായ ഉപ്പയുടെ ജീവിതകാലത്ത് ഇന്ന് വരെ മുഖത്തേക്ക് മണ്ണ് വാരി വലിച്ചെറിയാത്ത, പോകട്ടെ എന്റെ ബാപ്പയുടെ മാറിടത്തിലേക്ക് മണ്ണ് വാരി വലിച്ചെറിയാത്ത എത്രയോ മക്കൾ നമ്മുടെ ഉപ്പയുടെ ജീവിതകാലത്ത് ഉപ്പാന്റെ കവിൾത്തടത്തിലേക്ക് മണ്ണെറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ബാപ്പയുടെ നെഞ്ചിലേക്ക് മണ്ണ് വാരി വലിച്ചെറിഞ്ഞിട്ടുണ്ടോ? ആ ബാപ്പയുടെ മുഖത്തേക്കാണ് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. സ്വന്തം ഉപ്പാന്റെ നെഞ്ചിലേക്ക് ഈ ആയത്തോതിക്കൊണ്ട് മണ്ണ് വാരി എറിയുന്ന പൊന്നുമക്കൾ, പേരക്കുട്ടികളുണ്ട്. എളാപ്പയുടെ മൂത്താപ്പയുടെ നെഞ്ചിലേക്ക് മണ്ണ് വാരി വലിച്ചെറിഞ്ഞുകൊണ്ട് അവരവരിലെ പരഭാഗത്തേക്കും വീടുകളിലേക്ക് പോകുന്ന ആ സമയം ലാ മിമ്മാ യുസീബുക്കും മിൻ അദാബിൽ ഖബർ. മുസ്ലിമീങ്ങളെ ആ ഖബറിലെങ്ങാനും കൊണ്ടുപോയി നിങ്ങളെ വെച്ചതിന് ശേഷം തിരിച്ചു പോകുന്നവർ, ദിവസേന സലാം പറഞ്ഞിരുന്നവർ, എപ്പോഴും കൈപിടിച്ചിരുന്നവർ, ഇപ്പോൾ ആഴ്ചയിൽ പോലും വരുന്നില്ല, മറ്റു ദിവസങ്ങളിൽ വരുന്നില്ല. അങ്ങനെ ഒറ്റപ്പെട്ട് ഇസ്രാഫീലിന്റെ ഊത്തുവരെ പള്ളിപ്പറമ്പി എന്ന പള്ളിക്കാട്ടിൽ കിടക്കുമ്പോ ആരായിരിക്കും നിങ്ങളെ ഓർത്തുകൊണ്ട് കരയാനുള്ളത്? നിങ്ങളത് ഓർത്തിട്ടുണ്ടോ? ലാ മിമ്മാ യുസീബുക്കും മിൻ അദാബിൽ ഖബർ. ഖബറിലെ നിങ്ങളുടെ ഭയാനകരമായ രംഗം ഓർത്തുകൊണ്ട് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മുഖത്തുള്ള തുണി അങ്ങോട്ട് പൊക്കിയിട്ട് കരയുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? മരിച്ചാലും കരയില്ല. മരിച്ചാൽ നിങ്ങളുടെ മുഖത്ത് നോക്കിയത് കരയോ? വൽ മഹ്ശരി, കോടാനക്കോടി കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന സൂര്യൻ
ഒരു ചാൺ മുകളിലാണ് മുസ്ലിമീങ്ങളെ, ഒറ്റ ചാൺ മുകളിലാ സൂര്യൻ നിൽക്കുന്നത്. ബാക്കി പറയേണ്ടതില്ലല്ലോ അതിന്റെ ചൂട്. ഉത്തരന്നാസ സുക്കാറാ വമാ ഹും ബിസുക്കാറാ വലാകിന്ന അദാബല്ലാഹി ശദീദ്. ഓ നബിയേ, അവിടുത്തെ പാവപ്പെട്ട ഉമ്മത്തുകളെ കാണാം തങ്ങളെ. ഏതു രൂപത്തിലെന്നറിയുമോ? സുക്കാറ, അവരാകെ കള്ളുകുടിച്ച് മത്തിച്ചവരെ പോലെ നാനാഭാഗത്തേക്കും ആടിക്കളിച്ച് നടക്കുന്ന രൂപത്തിൽ കാണാം നബിയേ. വമാഹും ബിസുക്കാറ, അവര് കള്ളുകുടിച്ചതുകൊണ്ടല്ല, അല്ലെങ്കിൽ മസ്താക്കി കളയുന്ന മറ്റു വസ്തുക്കൾ കടിച്ചതുകൊണ്ടുമല്ല. നേരെ മറിച്ച് വലാകിന്ന അദാബല്ലാഹി ശദീദ്, അല്ലാഹുവിന്റെ കഠിനമായ ആ അദാബെന്ന് കാണുമ്പോൾ ഓ നബിയേ, അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട പല ആളുകളും ബോധം കെട്ടുപോകും, കണ്ണീരൊടുക്കി പോകും, മസ്തു പിടിച്ചവരെ പോലെ കുടിയന്മാരെ പോലെ ആടിക്കളിച്ചു പോകും. ഖലൽ ജരീരു ഖുദൂ യാ മലായികതി മുറു ബി അബ്ദി ഇദൽ നിറാനി അത്ശാനാ. ദാഹിച്ചു പിടയുന്ന സമയത്ത് സ്വഹാബികളെ റസൂലുള്ള വിവരിക്കുകയാണ് മഹാന്മാർ മുഖേന. അല്ലാഹു പറയുന്നു, മലക്കുകളെ, അവരെ നിങ്ങൾ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകണം. പിടഞ്ഞുകൊണ്ടൊരു തുള്ളി വെള്ളം ചോദിച്ചാൽ കൊടുത്തു പോകരുത് അവർക്ക് നിങ്ങൾ. ആ സ്ഥലത്താണ് പിതാക്കളെ പ്രസംഗിക്കുന്ന ഞാൻ നിൽക്കുന്ന ഒരു സമയമാണ് ഞാൻ പറയുന്നത്. അതൊരു വല്ലാത്ത സമയമാണ്. അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന ആ രംഗം, അവിടെ കരയാത്ത പണ്ഡിതനില്ല. അവിടെ എങ്ങാനും ഉപ്പാ, നിങ്ങൾ നിൽക്കുന്ന സമയത്ത് എന്റെ ഉപ്പാന്റെ സ്ഥിതി എന്താണ്? ഇത് പറഞ്ഞുകൊണ്ട് ആരാണ് നിങ്ങൾക്ക് വേണ്ടി കരയാൻ? നിങ്ങളുടെ ആ മയ്യിത്ത് കട്ടിലിൽ അല്ല, വീട്ടിലെ നാടൻ കട്ടില് കിടക്കകളൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട്, പായ പോലും വിരിക്കാതെ, അല്ലെങ്കിൽ ഒരു വലിയ വിലയൊന്നുമില്ലാത്ത ലോക്കൽ പായ വിരിച്ചിട്ട് അതിൽ മറ്റുള്ള വസ്തുക്കളൊന്നും വിരിച്ചിട്ടില്ലല്ലോ. ആ വിരിപ്പിൽ കിടക്കുന്ന സമയം നിങ്ങളുടെ മക്കൾ ഇതോർത്തുകൊണ്ട് കരയാനുണ്ടോ? നിങ്ങൾ തന്നെ ഈ രംഗം ഓർത്തുകൊണ്ട് കരയണം. പടച്ചവനെ, ആ സമയം എന്റെ കൈവശം എന്തുണ്ട്? ആ സമയം എനിക്കെന്തുണ്ട്? ആരുമില്ലാത്തൊരു സന്ദർഭം. ആ സന്ദർഭത്തെക്കുറിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഒരു കുളിർമയുണ്ടാകാൻ അൽഹംദുലില്ലാഹ് ആയിരക്കണക്കായ സ്വഹാബികളെ ഒരുമിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് മദീന പള്ളിയിൽ വെച്ച് സ്വഹാബികൾക്ക് വിവരിച്ചു കൊടുക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അൽഹംദുലില്ലാഹ് അവിടുന്ന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൻ നാസി അൻഫഉഹും ലിന്നാസ്. ഖൈറുൻ നാസ്, സ്വഹാബികളെ, ലോകത്ത് ഏറ്റവും നല്ല മനുഷ്യൻ. അവിടെ വിവരിക്കുന്നത് കാണാം മുഹദ്ദിസീങ്ങൾ. പള്ളിക്കാട്ടിൽ കിടക്കുന്നുവെങ്കിലും ജീവിക്കുന്ന കാലത്താണെങ്കിലും ഏറ്റവും നല്ല മനുഷ്യന്മാർ ആരാണ്? അൻഫഉഹും ലിന്നാസ്. ഒരു മതവും നോക്കണ്ട, ഏത് മതവിശ്വാസികളാണെങ്കിലും ജനങ്ങൾക്ക് ഏറ്റവും നല്ല ഉപകാരം ചെയ്യുന്ന ഒരു മുസ്ലിമുണ്ടോ? അവരാണ് ആകാശത്തിന്റെ ചുവട്ടിൽ നല്ല മനുഷ്യന്മാർ. ഖാല റസൂലുള്ളാഹി